മോട്ടർ എടുത്തിട്ട് ഈ ഒരു അവസ്ഥ വന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 88% ചാർജ് ഉണ്ട്. അതിൽ വണ്ടി പോകുന്നത് 10 കിലോമീറ്റർ സ്പീഡിലാണ്. എക്കോമോഡ് കാണിക്കുന്നില്ല, പിന്നെ സ്പാനറിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. ഇത് വണ്ടി ഇടയ്ക്കൊക്കെ പിന്നെ സ്റ്റക്കായി പോകുന്നുണ്ട്. സ്റ്റക്കായി വണ്ടിയും പിന്നെ എന്താ പറയുക ഓഫായി പോയ ആ ഒരു രീതിയിൽ ചാവി ഓണാക്കിയിട്ടോ അല്ല ഓഫാക്കി ഓണാക്കിയിട്ടൊന്നൊരു കാര്യമില്ലാത്ത മൊത്തം കുറേ കമ്പനിയിൽ നമ്മൾ പറഞ്ഞ് അതുപോലെ പറഞ്ഞ് ആ ഒരു അവസ്ഥ ഉള്ള സമയത്ത് ചെക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് കഴിഞ്ഞാൽ സാധാരണത്തെ രീതിയിലാകുകയും ചെയ്യുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ രണ്ടാമത്തെ സർവീസ് അതിന് ശേഷം വന്നൊരവസ്ഥയാണ് ഇത്. ഈ സ്പീഡില്ല, തീരെ എക്കോമോഡും കാണിക്കുന്നില്ല. മോട്ടർ പരാജയത്തിലേക്ക് പോവുകയാണോ? ഇത് പെട്ടെന്ന് സംഭവിച്ചത്. ഓടിക്കൊണ്ട് നിൽക്കുന്ന വണ്ടിയാണ്, പെട്ടെന്ന് സംഭവിച്ചതാണ്. ഇങ്ങനൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടാവലുണ്ടോ? പിന്നെ അതേപോലെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ട് മൊത്തം കുലുങ്ങുക, ആ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് നമ്മൾ ഈ വണ്ടിക്ക് അനുഭവത്തിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ വണ്ടി എടുത്ത് 1 മാസമായില്ല, അപ്പോഴേക്കും തന്നെ ചാർജർ അടിച്ച് 1 കൊല്ലം വരെ ഒരു മാറ്റി തരൂ. 1 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തടിമന്ന് പോണ കേസാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇത്രയും വില കൊടുത്തിങ്ങനെ എടുക്കണ വണ്ടിൻ്റെ ചാർജറിന് അതിൻ്റെതായ ഒരു പവറില്ലേ, പവറില്ല തീരെ. ഒക്കെ കമ്പനീൻ്റെ പോരായ്മകളാണ്. പക്ഷേ നമ്മൾ എടുക്കണ ഷോപ്പിൻ്റെ കുഴപ്പമല്ല കേട്ടോ. അല്ല, ഷോപ്പിലുള്ളവരെ കുഴപ്പമൊന്നുമല്ല. ഓല് കോഴിക്കോടുള്ളവർ നല്ല സർവീസും കാര്യവുമാണ്. നമ്മൾ പോയാൽ നല്ലോണം ഒരു വണ്ടിയോ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു തരുന്നുണ്ട്. പക്ഷേ കമ്പനിയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ടിപ്പോൾ. എന്തായാലും കമ്പനിയിലേക്ക് വിളിച്ചിട്ട് കമ്പനിയിലേക്ക് പോവുകയാണ്. അരമണിക്കൂറായി ഞാൻ ഇങ്ങനെ ഈ ഒരു ഓട്ടോ ഓടുന്നത്. അരമണിക്കൂറിൻ്റെ മുകളിലാകുക. എന്തായാലും കമ്പനിയിലെത്തിയിട്ട് നമുക്ക് നോക്കാം.